അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മദീന, പ്രവാചക സ്നേഹികളുടെ ആത്മാവ് കുടികൊള്ളുന്ന മണ്ണ്. ആ മണ്ണിലെ കാറ്റിനുപോലും ഈമാനിൻ്റെ സുഗന്ധമാണ്. കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി ആ പുണ്യഭൂമിയുടെ ആകാശത്ത് അലയടിച്ചിരുന്ന ഒരു സുവർണ ശബ്ദം അത് ഇനിയില്ല. പ്രവാചക നഗരിയുടെ മിനാരങ്ങളിൽ നിന്ന് തൗഹീദിൻ്റെ മന്ത്രം മുഴങ്ങിയിരുന്ന കോടിക്കണക്കിന് തീർത്ഥാടകരുടെ മനസ്സ് കീഴടക്കിയ ഷെയ്ഖ് ഫൈസൽ ബിൻ അബ്ദുൽ മാലിക് അൽ നുഅ്മാൻ അള്ളാഹുവിൻ്റെ വെളിക്കുത്തരം നൽകി യാത്രയായ വിവരം നാം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. സഹോദരങ്ങളെ, കഴിഞ്ഞ കുറച്ചു മണിക്കൂറുകളായി നമ്മുടെ ടൈം ലൈനുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വീഡിയോയുണ്ട്. അത് വെറുമൊരു മരണവാർത്ത മാത്രമല്ല, മറിച്ച് ജീവിച്ചിരിക്കുന്നവർക്കുള്ള വലിയൊരു പാഠമാണ്. ബാങ്ക് വിളിച്ച് തീരുന്നതിന് തൊട്ടു മുമ്പ്, അല്ലെങ്കിൽ ആ പുണ്യകർമ്മം നിർവഹിച്ച ഉടനെ തൻ്റെ നാഥനിലേക്ക് യാത്രയായിരിക്കുകയാണ് ഈയൊരു മനുഷ്യൻ. ഒരു മുഅ്മിൻ തൻ്റെ ജീവിതകാലം മുഴുവൻ കൊതിക്കുന്ന ആ സൗഭാഗ്യം, ഹുസ്നുൽ ഖാത്തിമ എന്ന നല്ല അന്ത്യം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മദീനയിലെ ആ മുഅദ്ദിനെ കുറിച്ചാണ്. ഒപ്പം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട മരണമെന്ന സത്യത്തെക്കുറിച്ചുമാണ്. മസ്ജിദുൻ നബവിയിൽ ബാങ്ക് വിളിക്കുക എന്നത് വെറുമൊരു ജോലിയല്ല, അതൊരു തിരഞ്ഞെടുപ്പാണ്. അള്ളാഹുവിൻ്റെ തിരഞ്ഞെടുപ്പ്. ഷെയ്ഖ് ഫൈസൽ ബിൻ അബ്ദുൽ മാലിക് അൽ നുഅ്മാൻ ഹിജ്റ 1422 മുതൽ ഏകദേശം 25 വർഷത്തോളം അദ്ദേഹം മസ്ജിദുൻ നബവിയിൽ മുഅദ്ദിനായി സേവനമനുഷ്ഠിച്ചു. പക്ഷേ ഈ നിയോഗം അദ്ദേഹത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നായിരുന്നില്ല. രക്തത്തിൽ അലിഞ്ഞു ചേർന്ന പുണ്യമായിരുന്നു അത്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഷെയ്ഖ് അബ്ദുൽ മാലിക്കും ഉപ്പൂപ്പയും ഇതേ മിനാരങ്ങൾക്ക് താഴെ നിന്ന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് സാക്ഷ്യം വഹിച്ചവരായിരുന്നു. പിതാവ് തൻ്റെ 14-ാം വയസ്സിൽ ബാങ്ക് വിളി തുടങ്ങിയ വ്യക്തിയായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. തലമുറകളായി കൈമാറി വന്ന ആ ഈമാനിക വെളിച്ചം ഷെയ്ഖ് ഫൈസലിലൂടെ അണയാതെ ജ്വലിച്ചു നിന്നു. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിനൊരു പ്രത്യേക ഗാംഭീര്യമുണ്ടായിരുന്നു. മദീനയിലെത്തുന്ന ഓരോ വിശ്വാസിയുടെയും ഹൃദയത്തിൽ തറയ്ക്കുന്ന ഭക്തി നിർഭരമായ ശബ്ദം. ആ വീഡിയോയിൽ നമ്മൾ കാണുന്നത് മരണത്തിൻ്റെ വേദനയല്ല, മറിച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ഒരു ആത്മാവിൻ്റെ നിർവൃത്തിയാണ്. മരണം വരുന്നത് ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എങ്കിൽ നാളെ മഹ്ശറയിൽ ഉയർത്തെഴുന്നേൽക്കുന്നതും ആ നാവുകളിൽ ഉരുവിടുക ബാങ്കിൻ്റെ വചനങ്ങൾ തന്നെയായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, ഒരു മനുഷ്യൻ എന്തിലാണോ മരിക്കുന്നത് അതിൽ അവൻ ഉയർത്തെഴുന്നേൽക്കപ്പെടുമെന്ന്. ഇസ്ലാം മുഅദ്ദിനുകൾക്ക് നൽകിയ സ്ഥാനം എത്ര വലുതാണെന്നറിയാമോ? ഹദീസുകളിൽ കാണാം, അന്ത്യദിനത്തിൽ ജനങ്ങൾ വിയർപ്പിൽ മുങ്ങി നിൽക്കുമ്പോൾ ഏറ്റവും നീളമുള്ള കഴുത്തുള്ളവർ മുഅദ്ദിനുകളായിരിക്കും. അതായത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലേക്ക് തല ഉയർത്തി അഭിമാനത്തോടെ നിൽക്കാൻ ഭാഗ്യം ലഭിക്കുന്നവർ. മാത്രമല്ല, ബാങ്ക് വിളിക്കുന്നവൻ്റെ ശബ്ദം എവിടം വരെ എത്തുന്നുവോ ആ പരിധിയിലുള്ള സകല ജീവജാലങ്ങളും, ഉണങ്ങിയ മരങ്ങളും പച്ചിലകളും കല്ലുകളും മണ്ണും എല്ലാം നാളെ പരലോകത്ത് അവനു വേണ്ടി സാക്ഷി നിൽക്കും. അള്ളാഹുവേ, ഇദ്ദേഹം നിന്നെ വിളിക്കുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ഇദ്ദേഹത്തിന് നീ സ്വർഗം നൽകണമേ എന്ന് അവ സാക്ഷ്യം പറയും. ഷെയ്ഖ് ഫൈസലിൻ്റെ കാര്യത്തിലോ മദീനയുടെ മണ്ണും വിണ്ണും മാത്രമല്ല, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും അവിടെ എത്തിയ ലക്ഷക്കണക്കിന് ഹാജിമാരും ഉംറക്കാരും അദ്ദേഹത്തിന് വേണ്ടി സാക്ഷി നിൽക്കും. അദ്ദേഹത്തിൻ്റെ വിയോഗം പോലെ തന്നെ ശ്രേഷ്ഠമാണ് അദ്ദേഹത്തിന് ലഭിച്ച അന്ത്യവിശ്രമ സ്ഥലവും. മസ്ജിദുൻ നബവിയിൽ വെച്ച് മയ്യത്ത് നിസ്കാരം. ഇമാമായി നിൽക്കുന്നത് ഹറമിലെ പ്രമുഖ പണ്ഡിതന്മാർ, പിന്നിൽ അണിനിരക്കുന്നത് ആയിരക്കണക്കിന് വിശ്വാസികൾ. എവിടെയാണ് അദ്ദേഹത്തെ കബറടക്കിയതെന്നറിയാമോ? ജന്നത്തുൽ ബഖീൽ. 10,000-ഓളം സ്വഹാബികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണ്. പ്രവാചകന്റെ പ്രിയതമയായ ആയിഷ റളിയല്ലാഹു അൻഹ, മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ, 3-ാം ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്നിവർ കിടക്കുന്ന അതേ മണ്ണിൽ. മദീനയിൽ മരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശഫാഅത്ത് ചെയ്യുമെന്ന് ഹദീസിലുണ്ട്. ജീവിതകാലം മുഴുവൻ പ്രവാചകന്റെ അയൽക്കാരനായി ജീവിച്ച് ഇപ്പോൾ മരണശേഷവും ആ സാമീപ്യം അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നു. ഇത് ഭാഗ്യമല്ല, അള്ളാഹുവിൻ്റെ തൗഫീഖാണ്. പ്രിയപ്പെട്ടവരെ, ഷെയ്ഖ് ഫൈസലിൻ്റെ ഈ വിയോഗം നമ്മളെ അസൂയപ്പെടുത്തുന്നുണ്ടല്ലേ? എങ്കിൽ നമ്മൾ സ്വയം ഒന്ന് ചിന്തിക്കണം, നമ്മുടെ മരണം എങ്ങനെയായിരിക്കും? നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് എത്ര കാലം ജീവിക്കുമെന്നാണ്, എത്ര സമ്പാദിക്കുമെന്നാണ്. എന്നാൽ ഏത് അവസ്ഥയിൽ മരിക്കും എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ?
സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണോ, ഹറാമായ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണോ, അന്യനെക്കുറിച്ച് അപവാദം പറയുമ്പോഴാണോ, അതോ ലഹരി ഉപയോഗിക്കുമ്പോഴാണോ? ഈ അവസ്ഥയിലാണ് മലക്കുൽ മൗത്ത് വരുന്നതെങ്കിലോ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ ഹൃദയം നിറയെ ദുനിയാവാണെങ്കിൽ മരണസമയത്ത് നാവിലും ദുനിയാവ് വരും. നമ്മുടെ ഹൃദയം നിറയെ അള്ളാഹും അവൻ്റെ ദീനുമാണെങ്കിൽ ഷെയ്ഖ് ഫൈസലിനെ പോലെ മരണസമയത്തും ആ നാവിൽ തൗഹീദ് വിളയാടും. ഒരു പാത്രം തുളുമ്പുമ്പോൾ അതിലുള്ളതേ പുറത്തു വരൂ. ജീവിതമെന്ന പാത്രത്തിൽ നന്മ നിറച്ചാൽ മരണമെന്ന തുളുമ്പലിൽ നന്മ പുറത്തു വരും. ഷെയ്ഖ് ഫൈസൽ അദ്ദേഹം പോയി. അദ്ദേഹത്തിൻ്റെ കണക്ക് പുസ്തകം അടഞ്ഞു. പക്ഷേ അതിൽ അവസാനത്തെ വരി സ്വർണ്ണ ലിപികളാൽ എഴുതപ്പെട്ടു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് നമ്മളാണ്. മരണം എപ്പോൾ വേണമെങ്കിലും വാതിലിൽ മുട്ടാം. ഇന്നത്തെ ദിവസം ഒരുപക്ഷെ നമ്മുടെ അവസാന ദിവസമായിരിക്കാം. ഈ നിമിഷം മുതൽ നമുക്ക് മാറാം. അള്ളാഹുവേ, മദീനയുടെ മുഅദ്ദിനെ നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാ. അദ്ദേഹത്തിൻ്റെ ഖബർ സ്വർഗ്ഗ പൂന്തോപ്പാക്കി മാറ്റണേ. ഞങ്ങൾക്കും ഈ കേൾക്കുന്ന ഓരോരുത്തർക്കും ഈമാനോടു കൂടിയുള്ള മരണം ഹുസ്നുൽ ഖാത്തിമ നൽകി അനുഗ്രഹിക്കണമേ. മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഉച്ചരിച്ച് പ്രവാചകൻ്റെ മുഖം കണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് അല്ലാഹുവേ നീ തൗഫീക്ക് നൽകണേ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്കെത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തി. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.